ഗായ്സ്, നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ട്യൂണയാണ്. അത് ചപ്പാത്തിയുടെ കൂടെയും അല്ലാണ്ടൊക്കെ കഴിക്കാൻ ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ ട്യൂണ ഒരു ചപ്പാത്തിയിലെടുത്തു ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ട്രസ്റ്റ് മീ ഗായ്സ്, സൂപ്പർ ടേസ്റ്റായിരുന്നു. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കും. നമുക്ക് ട്യൂണയുടെ റെസിപ്പിയിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു ബൗൾ തക്കാളിയാണ് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് സവാളയാണ്. ഒരു ബൗൾ സവാള ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഒരു 2-3 എണ്ണം. പിന്നെ നമുക്ക് വേണ്ടത് മെയിൻ ഐറ്റം, നമ്മൾ ഈ ട്യൂണയുടെ ക്യാപ്പൊക്കെ പൊട്ടിച്ചതിന് ശേഷം അതിലെ വെള്ളം കളഞ്ഞതിന് ശേഷം വേണം നമ്മളിത് യൂസാക്കാൻ. അതായത് നമ്മൾ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിത് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ 24 ഹവേഴ്സിനുള്ളിൽ നമ്മളത് കുക്ക് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ പിന്നെ ഇത് ചീത്തയായി പോവും. അല്ലാണ്ട് എയർ കയറാണ്ട് അത് കുറച്ച് ദിവസങ്ങൾ ഇരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ക്യാപ്പ് പൊട്ടിച്ച് തുറന്നു. ഇതാണ് ട്യൂണ. ഇത് വെച്ചാണ് നമ്മൾ റെസിപ്പി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗ ഓൺ ചെയ്തു, പാൻ വെച്ചു, അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ മുമ്പേ അരിഞ്ഞ് വെച്ച ഒരു ബൗൾ സവാള ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇത് വഴറ്റാം. അപ്പോൾ നമുക്കിനി ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ കല്ലുപ്പ് അത് വെള്ളത്തിൽ ചേർത്തൊന്ന് അലിഞ്ഞ് അതിൻ്റെ വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. പൊടിയുപ്പിനേക്കാളും ബെറ്റർ ഇതാണ് റോക്ക് സോൾട്ട്. അപ്പോൾ നിങ്ങൾക്കും പറ്റുന്നെങ്കിൽ അത് വാങ്ങിച്ച് യൂസ് ആക്കാം. അപ്പോൾ നമ്മളിവിടെ സവാള നന്നായിട്ട് വഴറ്റി കൊടുക്കുകയാണ്. ഒരുപാട് നമ്മൾ വഴറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതേ നമ്മൾ കുറച്ച് തക്കാളി ചേർത്ത് കൊടുത്തു. നമുക്കപ്പോൾ ഇത് രണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരുപാട് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുന്ന കണക്ക് വഴറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വന്നാൽ മതി. ഇപ്പോൾ അതായത് ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നു. അപ്പോൾ ഞാൻ 3/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. അതായത് ആ സവാളയും തക്കാളിക്കും നിലംബരം വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മളിതിൽ വെള്ളം ചേർത്തത് കൊണ്ട് സവാളയും തക്കാളിയും നന്നായിട്ട് വെന്ത് വരുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ എണ്ണ ചേർത്ത് ഒരുപാട് എണ്ണയൊക്കെ ആവും. ഇതാവുമ്പോൾ പെട്ടെന്ന് വെന്ത് വരുന്നതാണ്. അപ്പോൾ നമുക്കിതിനി കുറച്ച് നേരത്തേക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ്സ് വെച്ചിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ സവാളയും തക്കാളിയൊക്കെ അത്യാവശ്യം ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ നമ്മളത് ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ചേർക്കാനുള്ളത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ 2 പൗഡേഴ്സ് മാത്രമേ ഞാനിതിൽ യൂസ് ആക്കിയിട്ടുള്ളൂ. വേറെ മസാല പൗഡേഴ്സ് ഒന്നും ഞാനിതിൽ ആഡ് ആക്കിയിട്ടില്ല. ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ടേസ്റ്റി റെസിപ്പിയാണ്. മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം ഇഷ്ടപ്പെടും. നമുക്കതുപോലെ ചപ്പാത്തിക്കകത്ത് ഫില്ലിംഗ് ആയിട്ട് വേണമെങ്കിൽ യൂസ് ആക്കാം. പിന്നെ ചോറിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ്. സവാളയും തക്കാളിയും അത്യാവശ്യം ഒന്ന് വെന്തു. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഞാൻ ഒരു 2-3 പച്ചമുളക് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സവാളയും തക്കാളിയും നമ്മളിനി ഉടച്ചെടുക്കണം. പച്ചമുളക് നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് തക്കാളി ഉടച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ തക്കാളി നന്നായിട്ട് ഉടച്ച് കൊടുക്കുന്നുണ്ട്. ഫുള്ളും സൈഡിലുള്ളത് നന്നായിട്ട് ഉടഞ്ഞ് വന്നെന്ന് ഉറപ്പ് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ട്യൂണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ട്യൂണ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ട്യൂണ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ കട്ട പിടിച്ചിരിക്കുന്നത് നമുക്ക് ഫുള്ളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഓൾറെഡി വെന്ത മീനായതുകൊണ്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് കുറച്ചുകൂടെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അല്ലാണ്ട് ഒരുപാട് നേരിട്ട് നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തിയാൽ നമ്മുടെ ട്യൂണ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് വൈകിട്ടൊക്കെ വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കി കൊടുക്കാം. ഈ ട്യൂണ കഴിച്ചാൽ നമുക്ക് വീണ്ടും കഴിക്കാൻ തോന്നുന്ന ടേസ്റ്റാണ് ട്യൂണ റെസിപ്പിക്ക്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടെ ഞെക്കിക്കോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ അപ്ലോഡ് ചെയ്യുന്ന ടേസ്റ്റി റെസിപ്പീസ് ഇനി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ഇനി ഇതുപോലുള്ള ടേസ്റ്റി റെസിപ്പീസായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ.